നബിവചനങ്ങൾ തള്ളിക്കളയുന്നതിന് ഒരു മടിയുമില്ല ആളുകൾക്ക്. അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ഖബർ രക്ഷാ ശിക്ഷകൾ എന്നിവയൊക്കെ നിഷേധിക്കുന്നവരും സംശയിക്കുന്നവരുമുണ്ട്. ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്ന വിശ്വസ്തരായ വേഷം കെട്ടി നടക്കുന്നവരുമുണ്ട് ദുനിയാവിൽ. സൂക്ഷിക്കണം നമ്മളെല്ലാവരും. ഒരു പാർട്ടിക്കും വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മളെ വസ്വാസിലാക്കാൻ ആളുകളുണ്ട് നമ്മുടെ ഇടത്തും വലത്തും. അള്ളാഹനെ സൂക്ഷിക്കാത്തവർ അതിൽ വീണുപോകും. അള്ളാഹുവിനെയും റസൂലിനെയും ഭയപ്പെടുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംജ്ഞകളെ മുറുകെ പിടിക്കാത്തവൻ അവിടെ പതറിപ്പോകും. അവന്റെ കാലിന്റെ അടിമണ്ണ് ഊരിയെടുക്കാൻ ഈ വേഷം കെട്ടി വന്നവന് സാധിച്ചേക്കും. സൂക്ഷിക്കണം നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം, ഭയപ്പെടണം നമ്മളതെല്ലാം. അതുപോലെ തന്നെ ഹദീസ് നിഷേധം നടത്തുന്നവർ എന്നോട് ക്ഷമിക്കാനും, ഇതൊന്നും ആരുടെയും ഒരു പാർട്ടിയുടെയും പ്രൊപ്പഗണ്ടയല്ല ഞാൻ പറയുന്നത്. ഓരോ ഹദീസിനെയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതുണ്ടാകാം, എടുക്കണ്ട. നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത സുന്നത്തുകളുണ്ടാകാം, നിങ്ങൾക്ക് തൗഫീഖില്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷെ ഒരൊറ്റൊന്നും നിഷേധിക്കാൻ മുസ്ലിമെ നമുക്ക് പാടില്ല. ഒരൊറ്റൊന്നും പരിഹസിക്കാൻ നമുക്ക് പാടില്ല. നിങ്ങൾക്ക് കഴിയാത്ത ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് ഇവിടെ. ഫർദ് ജമാഅത്തിന് ശേഷവും മുന്നുമുള്ള സുന്നത്ത് നമസ്കാരം പലരും ചെയ്യാറുണ്ട്, പലരും ചെയ്യാറില്ല. ചെയ്യാത്തവൻ ഇറങ്ങിപ്പോയിക്കോളൂ. നിങ്ങൾക്ക് പോയി ചെയ്യുന്നവരെ നിങ്ങൾ പരിഹസിക്കരുത്. ഇസ്ലാമിക വേഷം ധരിക്കുന്ന ആളുകളുണ്ട്, ധരിക്കാത്തവരുണ്ട്. ധരിക്കാത്തവരെ നിങ്ങൾക്ക് തൗഫീഖില്ല. ധരിക്കുന്നവരെ നിങ്ങൾ പരിഹസിക്കരുത്. ധരിക്കാത്തതിനേക്കാളും അപകടമാണത്. ശ്രദ്ധിച്ചോളി, ധരിക്കാത്തതിനേക്കാളും ശുദ്ധമായ അപകടമാണത്. അല്ലാഹു വിടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ധിക്കാരമാണത്. ഷഹാദത്തിനെ വരെ ബാധിക്കുന്ന കാര്യമാണത്. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഷഹാദ. അതുകൊണ്ട് നമുക്ക് കഴിയാത്ത പലതുണ്ട്. ഈ കുതുബ പറയുന്ന എനിക്ക് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ഒരു സുന്നത്ത് നിസ്കരിക്കാൻ കഴിയൂല, ചിലപ്പോൾ ഒരു സുന്നത്ത് നടപ്പിലാക്കാൻ കഴിയൂല. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. പക്ഷെ അത് സുന്നത്തായ പേരിൽ, ആയതിന്റെ പേരിൽ അതിനെ പരിഹസിച്ചും അതിനെ എതിർത്തും അതിനെ കളിയാക്കിയും ജീവിക്കുന്നതാണ് അപകടം. അതുണ്ടാകരുത്. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ.